ഹലോ എവ്രിവൺ. സോ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൽ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ആങ്കർ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ആങ്കർ ടെക്സ്റ്റ് എന്താണെന്ന് അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ വെബ്സൈറ്റിലുള്ള വേർഡ്സ് അല്ലെങ്കിൽ ഒരു കപ്പിൾ ഓഫ് വേർഡ്സിന് നമ്മൾ ക്ലിക്കബിൾ ആക്കുന്നതിനാണ് ആങ്കർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലുള്ള ഒരു ടേം അല്ലെങ്കിൽ ഒരു വേർഡിനെ ഒരു ലിങ്കായിട്ട് കണക്ട് ചെയ്ത് ആ വേർഡിന് ഒരു ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആരെങ്കിലും നമ്മുടെ വെബ്സൈറ്റിലെ വിസിറ്റേഴ്സൊക്കെ ആ പർട്ടിക്കുലർ വേർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ഡെസ്റ്റിനേഷനിലോട്ട് അവരെ കൊണ്ടുപോകും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഈ സർവീസ് എന്ന് പറഞ്ഞേക്കുന്ന ഈ വേർഡ് ഇതിന് ഞാൻ ഓൾറെഡി ഒരു ആങ്കർ ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്തതാണ്. അതിന് ഞാൻ എൻ്റെ സർവീസ് പേജിൻ്റെ ലിങ്ക് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ സർവീസ് എന്ന ടേം ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ സർവീസ് പേജിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകും. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ ഗൈഡൻസ് എന്ന് പറഞ്ഞേക്കുന്നു, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എൻ്റെ ബ്ലോഗ് പേജിലോട്ട് പോകും. നമുക്ക് ഇങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇത് നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന ക്ലയൻസ് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലുള്ള ട്രാഫിക്കിന് നമ്മുടെ പേജിലോട്ട് ഈസി ആയിട്ട് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ഇപ്പം ഞാൻ ഈ ജോബ് കൺസൾട്ടൻസി എന്നുള്ള ഈ ടേം ആങ്കർ ടെക്സ്റ്റ് ആയിട്ട് കാണിച്ചു തരാം. അതിനുവേണ്ടി ഇപ്പോൾ നമുക്ക് എലമെൻ്ററി പോയി, ഞാൻ എലമെൻ്ററി യൂസ് ചെയ്താണ് എഡിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എലമെൻ്ററിലോട്ട് പോവാം. നമുക്ക് എലമെൻ്ററി വന്നു കഴിയുമ്പോൾ ഈ ജോബ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞ ഈ പർട്ടിക്കുലർ ടൈമാണ് നമുക്ക് വേണ്ടത്. സോ ഞാൻ അതിന് കൊടുക്കുന്ന ഡെസ്റ്റിനേഷൻ എൻ്റെ ജോബ് കൺസൾട്ടൻസി എന്ന് പറയുന്ന ഈ പേജിലോട്ടാണ്. അപ്പോൾ നമുക്ക് ആ പേജിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തെടുത്തിട്ട് ഇവിടെ നമുക്ക് വേണ്ട ആ ടൈം നോക്കണം. ഇപ്പോൾ ഈ ടൈമാണ് ജോബ് കൺസൾട്ടൻസി, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇൻസേർട്ട് ഓർ എഡിറ്റ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലിങ്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ സിമ്പിളായിട്ട് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ഇത് ആങ്കർ ടെക്സ്റ്റായി കൺവേർട്ടായി. നമുക്ക് അവിടെ അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുള്ളത് കാണാം. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ആഡ് ചെയ്യാം. കളർ ആഡ് ചെയ്യുന്ന ഇവിടെയാണ്. ഈസി ആയിട്ട് ഏത് കളറിലോട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത്രേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ നമുക്കിവിടെ പബ്ലിഷ് കൊടുക്കാം. പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോയി അത് ട്രിഗർ ആയിട്ടുണ്ടോ ഇല്ലയോ നോക്കാം. സോ ഇവിടെ ഇപ്പോൾ ജോബ് കൺസൾട്ടൻസി എന്നുള്ളത് നേരത്തെ നമുക്ക് ഇവിടെ വൈറ്റ് കളർ തന്നെയായിരുന്നു ഈ ടേം കിടന്നത്. ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് ഈ പേജിലോട്ട്, ഞാൻ ഈ ഫ്രീലാൻസ് ഞാൻ പേജിൻ്റെ പേര് മാത്രമേ മാറ്റിയിട്ടുള്ളായിരുന്നു. ഫ്രീലാൻസ് പേജാണിത്. സോ അത്രേ ഉള്ളൂ. ഈസി ആയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ പേജിലോട്ട് പോകുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.